യൂറോപ്പിലെ രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ബ്രിട്ടനും ഫ്രാൻസും. ഈ പറഞ്ഞ ബ്രിട്ടനിൽ നിന്നും ഫ്രാൻസിൽ നിന്നും കഴിഞ്ഞ ആഴ്ച വന്ന വാർത്തകൾ ലോകമെങ്ങുമുള്ള ഇടതുപക്ഷ പുരോഗമന ശക്തികൾക്ക് ആത്മവിശ്വാസവും കരുത്തും പകരുന്ന ഒന്നാണ്. ബ്രിട്ടനിൽ കഴിഞ്ഞ 14 വർഷത്തെ വലതുപക്ഷ ഭരണത്തിന് അന്ത്യം കുറിച്ച് ലേബർ പാർട്ടി അധികാരത്തിൽ വന്നു. വിപ്ലവങ്ങളുടെയും പാരീസ് കമ്മ്യൂണിന്റെയും നാടായ ഫ്രാൻസിൽ നവഫാസിസ്റ്റുകൾ അധികാരത്തിൽ വരുന്നത് തടയാൻ ഇടതുപക്ഷത്തിന് കഴിയുകയും ചെയ്തു. യൂറോപ്യൻ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷ വൻ മുന്നേറ്റം നടത്തിയ സാഹചര്യത്തിലാണ് ഈ രണ്ട് രാജ്യത്തെയും ഇടതുപക്ഷ സ്വഭാവമുള്ള കക്ഷികൾക്ക് മുന്നിലെത്താൻ കഴിഞ്ഞത് എന്നതും ഭാവി യൂറോപ്യൻ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ പോകുന്ന ഘടകങ്ങളിലൊന്നാണ്. നാളുകൾക്ക് ശേഷമാണെങ്കിലും ലോകത്തെമ്പാടുമുള്ള വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ഇടതുപക്ഷത്തെക്കുറിച്ച് പറയേണ്ടി വന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ കമ്മ്യൂണിസം അകാല ചരമമടഞ്ഞെന്ന് വിളിച്ചുകൂവിയ കേരളത്തിലെ അടക്കം വലതുപക്ഷ മാധ്യമങ്ങൾക്ക് വീണ്ടും ഇടതുപക്ഷത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നിരിക്കുന്നുവെന്ന് ഇത് ചെറിയ കാര്യമല്ല. ഏതാനും സീറ്റും വോട്ടും കൊണ്ട് അളക്കാൻ കഴിയുന്ന സ്വാധീനമല്ല കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്നതിന് ഒരു വലിയ തെളിവ് കൂടിയാണിത്. CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമാണ് ശരി എന്നുകൂടി തെളിയിക്കുന്നതാണ് ബ്രിട്ടനിലെയും ഫ്രാൻസിലെയും ജനവിധി. ഇടതുപക്ഷം എതിർക്കുന്ന വലതുപക്ഷവും നവ നാസിസവുമാണ് ഇവിടെ പരാജയപ്പെട്ടത്. അതോടൊപ്പം ഈ രണ്ട് കക്ഷികളും ഉയർത്തിപ്പിടിക്കുന്ന നിയോ ലിബറലിസം എന്ന സാമ്പത്തിക നയത്തിന്റെ പരാജയം കൂടിയാണ് ഈ രണ്ട് രാജ്യത്തും കണ്ടത്. ലോകത്ത് നിയോ ലിബറലിസം നടപ്പാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച മാർഗരറ്റ് താച്ചറുടെ പാർട്ടിയായ കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവ് ഋഷി സുനകാണ് ബ്രിട്ടനിൽ ദയനീയമായി തോറ്റതെങ്കിൽ ഫ്രാൻസിൽ ഇതേ നയം തുടരുന്ന ഇമാനുവൽ മാക്രോണാണ് പരാജയപ്പെട്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 20% വോട്ടും 250ഓളം സീറ്റും കൺസർവേറ്റീവുകൾക്ക് കുറഞ്ഞു. മാക്രോണിനാകട്ടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 78ഓളം സീറ്റ് കുറഞ്ഞത് രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. പലരും അഭിപ്രായപ്പെട്ട പോലെ ബ്രിട്ടനിൽ ലേബർ കക്ഷിയുടെ വിജയത്തേക്കാൾ യാഥാസ്ഥിതിക കക്ഷിയുടെ പരാജയത്തിനാണ് ബ്രിട്ടൻ സാക്ഷ്യം വഹിച്ചത്. ഈ രണ്ട് കക്ഷികളുടെയും പരാജയത്തിന് പ്രധാന കാരണം അവർ ആവേശത്തോടെ നടപ്പാക്കിയ നിയോ ലിബറലിസത്തിന്റെ ഭാഗമായുള്ള ചെലവ് ചുരുക്കൽ നയമാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, ഗതാഗതം, സാമൂഹ്യ സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ പൊതുഫണ്ട് വെട്ടിക്കുകയും പെൻഷൻ പോലുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ വെള്ളം ചേർക്കുകയും ചെയ്തു. ഫ്രാൻസിൽ പെൻഷൻ പ്രായം 62-ൽ നിന്ന് 64-ആയി വർദ്ധിപ്പിച്ചതിനെതിരെ വൻ പ്രക്ഷോഭമാണ് നടന്നത്. യഥാർത്ഥത്തിൽ ബ്രിട്ടനിലും ഫ്രാൻസിലും തീവ്ര വലതുപക്ഷത്തെ വളർത്തിയത് വലതുപക്ഷ സർക്കാരുകൾ നടപ്പാക്കിയ ഈ നയങ്ങളാണ്. കോൺഗ്രസ് സർക്കാരിന്റെ നിയോ ലിബറൽ നയങ്ങളാണ് മോദി സർക്കാരിനെ അധികാരത്തിലെത്തിച്ചത്. ജനങ്ങളുടെ താല്പര്യങ്ങൾ പൂർണ്ണമായും അവഗണിക്കുന്ന വലതുപക്ഷ മുഖ്യധാരാ കക്ഷികളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെടാൻ തെറ്റായ ഈ നയം വഴിവെച്ചു. അതോടൊപ്പം തന്നെ തീവ്ര വലതുപക്ഷത്തെ തോൽപ്പിക്കാൻ വലതുപക്ഷ പാർട്ടിയും സർക്കാരും നന്നായി ശ്രമിക്കുകയും ചെയ്തു. മുസ്ലിം വിരുദ്ധമായ നവഫാസിസ്റ്റ് നയങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. അമേരിക്കയുടെ കൂടെ നിന്ന് ഇസ്രയേലിനൊപ്പം ചേരാനും ഗാസയിലെ കൂട്ടക്കുരുതിയെ പോലും ന്യായീകരിക്കാനും ഇവർ തയ്യാറായി. ഉദാഹരണത്തിന് ഫ്രാൻസിൽ മാക്രോൺ നടപ്പാക്കിയ കുടിയേറ്റ നിയമം ഫ്രാൻസിലേക്ക് കുടിയേറിയവർക്ക് സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ഫ്രാൻസിൽ ജനിക്കുന്ന കുടിയേറ്റക്കാരുടെ കുട്ടിക്ക് സ്വാഭാവികമായ പൗരത്വം നൽകുന്ന രീതിയും തുടർന്നു ഉണ്ടായി വന്നു. ഫ്രാൻസിലെ തീവ്ര വലതുപക്ഷ നേതാവ് മാക്രോണിന്റെ ഈ നിയമത്തെ തങ്ങളുടെ പ്രത്യയശാസ്ത്ര വിജയം എന്നാണ് മറീൻ ലെ പെൻ വിശേഷിപ്പിച്ചത്. അതായത് നവഫാസിസ്റ്റുകളുടെ നയം നടപ്പാക്കി അവർക്ക് മാന്യത നൽകുകയാണ് വലതുപക്ഷം ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്ത് അതിന്റെ മൃദു ഹിന്ദു സമീപനവും കേരളത്തിലെ ചില ജാതി സംഘടനകളുടെ സമീപനവും ഇതേ ധർമ്മം തന്നെയാണ് നിർവഹിച്ചിരുന്നത്. മാത്രവുമല്ല പല രാജ്യങ്ങളിലും തീവ്ര വലതുപക്ഷവുമായി ഭരണസഖ്യമുണ്ടാക്കി നവഫാസിസ്റ്റുകൾക്ക് രാശിമാന്യത നൽകിയും ഇതേ വലതുപക്ഷമാണ്. അംഗീകൃത പാർലമെന്റിലെ പ്രധാന വലതുപക്ഷ പാർട്ടിയായ പീപ്പിൾസ് പാർട്ടി ഇറ്റലിയിലെ പ്രധാനമന്ത്രി മെലോണിയുടെ നവഫാസിസ്റ്റ് കക്ഷി ബ്രദേഴ്സ് ഓഫ് ഇറ്റലിയുമായി ഉണ്ടാക്കിയ സഖ്യം തന്നെ ഉദാഹരണമാണിതിന്. എന്നാൽ നിയോ ലിബറൽ നയത്തിനും വലതുപക്ഷത്തിനും നവഫാസിസത്തിനുമെതിരെ രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും വിട്ടുവീഴ്ചയില്ലാതെ പൊരുതുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷ പാർട്ടികളുമാണ്. ഫ്രാൻസിൽ കണ്ടത് അതാണ്. ഫാസിസത്തെ തടയുമെന്ന് ഉദ്ഘോഷിച്ച് 2017-ലാണ് മാക്രോൺ ഫ്രാൻസിൽ അധികാരമേറിയത്. അതിനുശേഷമാണ് മരീൻ ലെ പെന്നിന്റെ നവഫാസിസ്റ്റ് കക്ഷി ഫ്രാൻസിൽ ക്രമാനുഗതമായി ശക്തി പ്രാപിച്ചതും. മാക്രോൺ അധികാരമേറുമ്പോൾ പാർലമെന്റിൽ 8 സീറ്റ് മാത്രമായി ഉണ്ടായിരുന്ന പെന്നിന് 2022-ലെ തെരഞ്ഞെടുപ്പിൽ 89 സീറ്റും ഇക്കുറി 143 സീറ്റും ലഭിച്ചു. ഇത്തവണ പ്രധാനമന്ത്രി സ്ഥാനം അവർ നേടുമെന്നായിരുന്നു എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ നവഫാസിസം അധികാരമേൽക്കുന്നത് ഇടതുപക്ഷം തടഞ്ഞു. 1940-കളിൽ ഫാസിസത്തെ തോൽപ്പിച്ചത് സോവിയറ്റ് യൂണിയനും ഇടതുപക്ഷവുമാണ്. ഫ്രാൻസിൽ 1936-ൽ ഫാസിസ്റ്റ് കക്ഷികൾ അധികാരത്തിലെത്തുന്നത് തടഞ്ഞതും ഇടതുപക്ഷം തന്നെയാണ്. അന്ന് ഫാസിസത്തിനെതിരെ ഐക്യമുന്നണി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ദിമിത്രോവ് ആയിരുന്നു. 1935 ആഗസ്റ്റിൽ ചേർന്ന കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ 7-ാം കോൺഗ്രസിലാണ് തൊഴിലാളികളെയും ഇടതുപക്ഷക്കാരെയും
പുരോഗമനവാദികളെയും മധ്യ വലതുപക്ഷത്തെയും ഒന്നിച്ചണിനിരത്തി ഫാസിസത്തെ ചെറുക്കണമെന്ന് ദിമിത്രോവ് ആഹ്വാനം ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകളും ട്രേഡ് യൂണിയനുകളും ചേർന്ന് ഫ്രാൻസിൽ പോപ്പുലർ ഫ്രണ്ട് അഥവാ പീപ്പിൾസ് ഫ്രണ്ടിന് രൂപം കൊടുത്തതും തെരഞ്ഞെടുപ്പിൽ ജയിച്ചതും. അതേ രീതിയിലാണ് നവഫാസിസത്തെ തടയാൻ ഇപ്പോൾ ഫ്രാൻസിൽ ന്യൂ പോപ്പുലർ ഫ്രണ്ടിന് രൂപം നൽകിയത്. ഫ്രാൻസിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ പ്രസ്ഥാനമായ മെലൻ ഷോണിന്റെ നേതൃത്വത്തിലുള്ള ഫ്രാൻസിൻ സുമീസ് സോഷ്യലിസ്റ്റ് പാർട്ടി, ഗ്രീൻസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നിവ ചേർന്ന സഖ്യമാണ് നവഫാസിസത്തെ ചെറുത്തത്.